എം മണി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. 4:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, 4:30 സത്യപ്രതിജ്ഞ ചടങ്ങ്, ഇതിനോടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, കൃത്യം 4:30 തന്നെയാണ് ഈ രാജ്ഭവന് മുന്നിലായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക പന്തലിൽ എം മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. 4:15 തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം ഈ ഹാളിലേക്ക് കയറിയിരിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. 4:20 നിയുക്ത മന്ത്രി എം മണി എത്തിച്ചേരും. എം മണിയെ ചീഫ് സെക്രട്ടറി സ്വീകരിച്ച് പ്രത്യേക ഇരിപ്പിടം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോയിരുത്തും. അതിനുശേഷം 4:25 ഗവർണർ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഗവർണറെ ചീഫ് സെക്രട്ടറി തന്നെ ക്ഷണിച്ച് ഗവർണറെയും ഇവിടെ വേദിയിലേക്ക്, മുൻ വേദിയിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരും. അതിനുശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഗവർണർ വേദിയിലെത്തിയാൽ ഉടൻ തന്നെ നാഷണൽ ആന്തം വരും. അതിനുശേഷം ചീഫ് സെക്രട്ടറി മന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എം മണിയെ ക്ഷണിക്കും. അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഉടുമ്പൻചോലയിൽ നിന്നുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആൾക്കാരുമൊക്കെ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇ പി ജയരാജൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗം എം മണിയെ മന്ത്രിയായി തീരുമാനിച്ച് പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നത്. വകുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പിന്നീട് ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി തന്നെ നടത്തും. ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇപ്പോൾ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടക്കമുള്ളവരാണ് ഇവിടെ ഇപ്പോൾ ഈ മുൻനിരയിലായി ഇരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും അല്പസമയത്തിനകം എത്തിച്ചേരും. ഇപ്പോൾ ഇതാ എം മണി ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ വേദിയിലേക്ക് എം മണിയും അതുപോലെ തന്നെ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വൈക്കം വിശ്വൻ LDF കൺവീനർ വൈക്കം വിശ്വൻ അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. അല്പസമയത്ത് നമുക്ക് അവർ വേദിയിലോട്ട് കയറി വരികയാണ്. ഈ ഒരു പ്രധാനപ്പെട്ട മന്ത്രിസഭ ചടങ്ങ് തന്നെ, അല്ലെങ്കിൽ മന്ത്രിയായി അധികാരമേൽക്കുന്ന ചടങ്ങ് തന്നെ പൊതുജനങ്ങൾക്ക് കൂടി കാണണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കി പ്രത്യേക പന്തൽ തന്നെ തയ്യാറാക്കി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. ഒരു ജനകീയ സർക്കാർ തന്നെയാണ് അധികാരമേൽക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ അത്തരത്തിൽ ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ എം മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോഴും അത്തരത്തിൽ ഒരു സംവിധാനം തന്നെ ജനങ്ങൾക്ക് കൂടെ ഈ സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ സജ്ജീകരണങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പത്നിയും മുൻനിരയിലിരിപ്പുണ്ട്. അതുപോലെ തന്നെ KJ തോമസ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അതുപോലെ വൈക്കം വിശ്വൻ തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം വന്നു. അദ്ദേഹം ഈ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് വളരെ ആവേശം പകരുന്നതാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയ്ക്ക് തന്നെ ഏറെ ആവേശം പകരുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആവേശം ഇടുക്കി മേഖലയിലെ ജനങ്ങൾക്കും അതുപോലെ ഉടുമ്പൻചോലയിലെ ജനങ്ങൾക്കുമുണ്ട്. ഒരു കർഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ കർഷകൻ എന്നതിനപ്പുറം കാർഷിക സമരവും ഒക്കെ വലിയ അടിസ്ഥാന വർഗത്തിനെ അവഗണിക്കുന്ന തരത്തിലുള്ള പഴയകാല സമരങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടുള്ള ഒരു നേതാവ് എന്നുള്ളത് തന്നെയാണ് എം മണിയെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടി വരിക. അത്തരത്തിൽ ഒട്ടേറെ സമരങ്ങളും ഒട്ടേറെ പോരാട്ടങ്ങളും ജയിൽ ജീവിതവും ഒക്കെ അനുഭവിച്ച് പാർട്ടിക്ക് വേണ്ടി CPM-ൻ്റെ സമുന്നതനായിട്ട് പ്രവർത്തകനായി വന്ന് അദ്ദേഹം ഉടുമ്പൻചോലയിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പിണറായി വിജയനോടൊപ്പം തന്നെ ആ മന്ത്രിസഭയിൽ ഒരു അംഗമായി വരാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. 4:30 തന്നെ, കൃത്യം 4:30 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ളതാണ്. ഏതായാലും നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സന്തോഷം നമുക്ക് ഏതായാലും പങ്കിടാൻ അദ്ദേഹത്തോട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ചോദിക്കാൻ നമുക്ക് പോകാം. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. മക്കളും സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. 2 തട്ടായിട്ടാണ് ഇവിടെ, ഈ 2 സെക്ഷനായിട്ടാണ് ഈ പന്തൽ ക്രമീകരിച്ചിട്ടുള്ളത്. ക്ഷണിക്കപ്പെട്ട അതിഥികളും അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ആളുകളും പാർട്ടി പ്രവർത്തകരും ഒക്കെ ആദ്യ നിരയിലും, അതിനുശേഷം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടി പ്രത്യേക വീഡിയോ വാൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ
അവസരവും ഒരുക്കി തന്നെയാണ് ഇവിടെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. 4:25 തന്നെ, കൃത്യം 4:25 തന്നെ ഗവർണർ ഇവിടേക്ക് എത്തിച്ചേരും. ഗവർണർ എത്തിച്ചേരുമ്പോൾ തന്നെ ഗവർണറെ ചീഫ് സെക്രട്ടറി സ്വീകരിക്കും. അതിനുശേഷമാണ് ദേശീയഗാന ആലാപനം നടക്കുന്നത്. ദേശീയഗാനം ആലപിച്ചു കഴിഞ്ഞാൽ ചടങ്ങുകൾ ആരംഭിക്കും. ഔപചാരികമായി തന്നെ ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് MLA-മാരെല്ലാവരും തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് പ്രത്യേക നിയമസഭ ചേർന്ന ഒരു ദിവസം കൂടെ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നമുക്ക് അദ്ദേഹം ഇവിടെ കുടുംബത്തോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് ഏതായാലും പോകാമെന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലേക്കാണ് പോകുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യമായി നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. സത്യപ്രതിജ്ഞ ഒരു ചുമതലയാക്കാൻ പോകുന്നതിൽ അത് പാർട്ടി എന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ചുമതല ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിയമവും ഭരണഘടനയും വ്യവസ്ഥയും പാലിച്ച് പ്രവർത്തിക്കും. ഇത് വയ്യാതില്ല. കൃത്യതയോടുകൂടി ചെയ്യും. ഓക്കെ. മറ്റൊരു കാര്യം, പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന ഒരു പ്രവർത്തനം, കർഷക മേഖല, അങ്ങനെയുള്ള മേഖലയിൽ അങ്ങനെ ഇപ്പം അങ്ങനെ പറയാം. ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിൽ തന്നെ സാധാരണക്കാരിൽ നിന്ന് വന്നവർ എത്ര പേരുണ്ട് അതിനകത്ത്? പിണറായി വിജയൻ തന്നെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സാധാരണ സാഹചര്യത്തിൽ ജനിച്ച് വളർന്ന് പ്രവർത്തിച്ച് മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളാണ്. അങ്ങനെ പരിശോധിച്ചാൽ ഓരോ മന്ത്രിമാർക്കും അവരുടേതായ അത്തരം സാമൂഹ്യ പശ്ചാത്തലം കാണും. ഞാനൊരു സാധാരണക്കാരനാണ്, നാട്ടിൻപുറംകാരനാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചുമതല എന്നെ ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വിശ്വസ്തയോടുകൂടി സന്തോഷപൂർവ്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഓക്കെ. അതിനകത്ത് ഞാൻ 100% നീതി പുലർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എല്ലാവിധ ആശംസയും നൽകുന്നു. ഏതായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏൽപ്പിക്കുന്ന കർത്തവ്യം വളരെ കാര്യക്ഷമതയോടുകൂടിയും 100% സത്യസന്ധതയോടും നിർവഹിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ആദ്യം പീപ്പിൾ TVയോട് ആദ്യ പ്രതികരണമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയ്ക്ക് ആത്മവിശ്വാസം, തന്നിൽ ഏൽപ്പിച്ച ആ ഒരു കർത്തവ്യവും തന്നിൽ ഏൽപ്പിച്ച ആ ഒരു ദൗത്യവും കൃത്യമായി നിർവഹിക്കുക എന്നുള്ള ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അത് കൃത്യമായി നിർവഹിക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലൂടെ, നമ്മുടെ പീപ്പിൾ TVയിലൂടെ ജനങ്ങൾക്ക് മുന്നിലൂടെ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. സുനിൽ, എന്തൊക്കെ ചടങ്ങുകളായിരിക്കും ഈ സത്യപ്രതിജ്ഞയിൽ ഇനി ഉണ്ടാകുക? എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് വകുപ്പ് മാറ്റം അടക്കമുള്ള കാര്യങ്ങളുണ്ട്, ഇതിലൊക്കെയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും സുനിൽ? സുനിൽ, കേൾക്കാമെന്ന് കരുതുന്നു. ഇന്നിപ്പോൾ 4:30 സത്യപ്രതിജ്ഞ നടക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഔദ്യോഗികമായുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് വകുപ്പ് മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ? സുനിൽ, സുനിലേക്ക് എത്താം. ഏതായാലും 4:30 എം എം മണിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രാജ്ഭവനിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ അവിടെ നിന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ്.